ഈ വർഷത്തെ അമർനാഥ് തീർത്ഥയാത്ര ഇന്നലെ ആരംഭിച്ചു. കഠിനമായ കാലാവസ്ഥയും ഹിമാലയൻ ഭൂപ്രകൃതിയും കൊണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും അപകടകരമായ യാത്രകളിലൊന്നാണിത്. മതസൗഹാർദ്ദത്തിന്റെ മാതൃകാ സ്ഥാനമായി ഹിമവാനിൽ തല ഉയർത്തി നിൽക്കുന്ന അമർനാഥ് ഗുഹാക്ഷേത്രത്തിന്റെ ചരിത്രത്തിലേക്ക്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ് ജമ്മു കശ്മീരിലെ അനന്തനാഗ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അമർനാഥ്. അമർനാഥ് ഗുഹാക്ഷേത്രത്തിൽ സ്വയംഭൂവായ ഹിമലിംഗം പ്രത്യക്ഷമാകുന്നതോടെയാണ് തീർത്ഥയാത്രയ്ക്ക് തുടക്കമാകുന്നത്. കഠിനവും ദുർഘടവുമായ വഴികളിലൂടെ വേണം ഈ ഗുഹാക്ഷേത്രത്തിലെത്താൻ. കാലാവസ്ഥാ വ്യതിയാനങ്ങളും അസ്ഥിയൊരുക്കുന്ന തണുപ്പും പിന്നിട്ട് യാത്ര പോകണമെങ്കിൽ ഒരുക്കങ്ങൾ കുറച്ചൊന്നുമല്ല വേണ്ടത്. ശിവൻ തന്നെ അമരത്വത്തിന്റെ രഹസ്യം പാർവതിക്ക് വെളിപ്പെടുത്തിയ ഇടമായാണ് വിശ്വാസികൾ അമർനാഥിനെ കരുതി പോകുന്നത്. മഞ്ഞുകൊണ്ട് രൂപപ്പെട്ട ശിവലിംഗമാണ് ഇവിടുത്തെ പ്രത്യേകത. സർക്കാരിൽ നിന്ന് പ്രത്യേക അനുമതി ലഭിച്ചവർക്കാണ് ഇവിടം സന്ദർശിക്കാനുള്ള അനുവാദം. വർഷം തോറും 30 മുതൽ 40 ദിവസം വരെയാണ് അമർനാഥിൽ തീർത്ഥാടകരെത്തുക. ജൂൺ ജൂലൈ മാസത്തോടെ പൂർണ്ണ രൂപത്തിലെത്തുന്ന ഹിമലിംഗത്തിന് 6 അടിയിൽ കൂടുതൽ ഉയരമുണ്ടാകും. ഗുഹാമുഖം തെക്കു ഭാഗത്തേക്കായതിനാൽ സൂര്യരശ്മി ക്ഷേത്രത്തിലെ ഹിമലിംഗത്തിൽ സ്പർശിക്കില്ല. ശ്രീനഗറിൽ നിന്ന് 136 കിലോമീറ്റർ വടക്ക് കിഴക്കു ഭാഗത്തായി സമുദ്രനിരപ്പിൽ നിന്ന് 13,000 അടി ഉയരത്തിലാണ് പ്രസിദ്ധമായ ഈ ഗുഹാക്ഷേത്രം. ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ 1991 മുതൽ 96 വരെ തുടർച്ചയായി 5 വർഷം തീർത്ഥാടനം നിർത്തിവെച്ചിരുന്നു. നിലവിൽ കശ്മീർ സർക്കാർ എല്ലാ വർഷവും 2 മാസത്തോളം യാത്രയ്ക്കായി അനുമതി നൽകുന്നുണ്ട്. സൈന്യത്തിന്റെ കർശനമായ വ്യവസ്ഥകൾക്ക് വിധേയമായാണ് തീർത്ഥാടനം അനുവദിക്കുന്നത്. തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കായി ഇലക്ട്രോണിക് നിരീക്ഷണവും പ്രവേശന നിയന്ത്രണ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പോലീസ്, CRPF, ITBP തുടങ്ങിയ സേനകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ പാതയിലുടനീളം വിന്യസിച്ചിട്ടുണ്ട്. ഖാസി കുണ്ട് മുതൽ പഹൽഗാം, ബാൽതാൽ ബേസ് ക്യാമ്പുകൾ വരെയുള്ള ദേശീയപാത CCTV നിരീക്ഷണത്തിലാണ്. യാത്രയ്ക്ക് രജിസ്റ്റർ ചെയ്യാത്ത തീർത്ഥാടകർക്കായി ഷാലിമാറിൽ സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യമുണ്ട്. 52 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഈ വർഷത്തെ അമർനാഥ് യാത്രാ സീസൺ. ജമ്മുവിലെ ഭഗവതി നഗറാണ് യാത്രയുടെ ബേസ് ക്യാമ്പ്. പ്രധാനമായും 2 വഴികളിലൂടെയാണ് ക്ഷേത്രത്തിലെത്താൻ സാധിക്കുക. അനന്ത്നാഗിൽ നിന്ന് പഹൽഗാം വഴി 48 കിലോമീറ്റർ പരമ്പരാഗത മാർഗമാണ് ആദ്യത്തേത്. 2ാം വഴി മധ്യ കശ്മീരിലെ ഗന്ദർബാൾ ജില്ലയിലൂടെയുള്ള 14 കിലോമീറ്റർ മാത്രമുള്ള കുത്തനെയുള്ള ബൽട്ടാൽ വഴിയും. അമർനാഥ് യാത്രയിൽ ഭക്തിയോടൊപ്പം സാഹസികതയും പ്രകൃതി സൗന്ദര്യവും അനുഭവിച്ച് യാത്ര ചെയ്യണമെന്നുള്ളവർക്ക് പഹൽഗാം വഴിയുള്ള യാത്ര തിരഞ്ഞെടുക്കാം. അമർനാഥ് ഗുഹാക്ഷേത്രത്തിനകത്തായി മറ്റൊരു ചെറിയ ഗുഹ കൂടിയുണ്ട്. ഈ ഗുഹയിൽ നിന്നെടുക്കുന്ന വിഭൂതി ഭക്തന്മാർക്ക് നൽകാനുള്ള അവകാശം ബാത്കൂത്ത് ഗ്രാമത്തിലെ മുസ്ലിം മതസ്ഥർക്കാണ്. ഇവർക്ക് തന്നെയാണ് വഴിപാടുകളുടെ 1/3 ഭാഗത്തിന്റെ അവകാശവും. അമർനാഥിലേക്കുള്ള പാത തെളിയിച്ച് തീർത്ഥാടനം സുഗമമാക്കിയതിനാലാണ് ബാത്കൂത്തിലെ മുസ്ലിം മതവിശ്വാസികൾക്ക് ഈ അവകാശങ്ങൾ ലഭിച്ചത്. ഫീച്ചർ ഡെസ്ക്, ന്യൂസ് മലയാളം.